എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖം കൂടിപ്പോയെന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഇന്ത്യൻ 2 സിനിമയെ കണ്ടു കളാ. നമ്മുടെ കമലഹാസനൻ്റെ ആ സുഖം അങ്ങ് പോയി കിട്ടും. അത്രയ്ക്കുണ്ട് സിനിമ. എൻ്റെ പൊന്നോ, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതല്ല കേട്ടോ. ഞാൻ തിയേറ്ററിൽ പോയിട്ടില്ല. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അറിയാതൊന്ന് ശരി കമലഹാസൻ ഉണ്ടല്ലോ, പോയി കാണാമല്ലോ എന്നും കരുതി പോയിരുന്ന് കണ്ടതാ. 20 മിനിറ്റ് പോലും എനിക്കത് സഹിക്കാൻ പറ്റിയിട്ടില്ല. 20 മിനിറ്റ് പോലും സഹിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ബാക്കി പടം ഞാൻ ഫോർവേഡ് ചെയ്ത് കാണുമായിരുന്നു. ആ ഫോർവേഡ് കാണുമ്പോൾ എന്തുവാ, ഒരു ചുക്കുമില്ല അതിൽ. ഇന്ത്യൻ പടം നമ്മുടെ ശങ്കർ ഉണ്ടാക്കിയ പടം, ഇത്രയും നല്ല സൂപ്പർ ഹിറ്റ്സ് തരുന്ന ശങ്കർ ഉണ്ടാക്കിയ പടം, അപ്പരിച്ചിത്ത്, എന്തുവാ, റോബോട്ട് 2, ശിവാജി ദ ബോസ്, ഇങ്ങനത്തെ അടിപൊളി പടങ്ങൾ തന്നിട്ട് ഇങ്ങനത്തെ ഒരു പടം എങ്ങനെ പുള്ളി കൊണ്ട് സാധിച്ചെന്നും എനിക്കറിയത്തില്ല. പുള്ളിയുടെ കരിയർ തന്നെ 100% സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് പോയി കിട്ടി. അനിരുദ്ധിൻ്റെ BGM ആണെങ്കിൽ ഒട്ടും കൊള്ളത്തില്ല. അയ്യോ, സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. കമലഹാസൻ മാത്രം നല്ലപോലെ ടിപ് ടോപ്പ് ആയിട്ട് പ്രോസ്തറ്റിക് ഒക്കെ വെച്ചിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഇങ്ങനെ ഫുള്ള് ആക്ഷനും കൂക്ഷനും ഇതിനകത്ത് എന്തൊക്കെയാണ് കാണിച്ചേക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ. അല്ലെങ്കിൽ ഇന്ത്യൻ പടത്തിനകത്ത്, പഴയ നമ്മുടെ ഇന്ത്യൻ പടത്തിനകത്ത് കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സോഫ്റ്റായിട്ട് നല്ലൊരു സീക്രട്ടീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇതിനകത്ത് പുള്ളി വരുമ്പോൾ നാട്ടുകാർ കിടന്ന് തുള്ളുന്നു, എയർപോർട്ടിൽ കിടന്ന് ഷോ കാണിക്കുന്നു. എന്താണ് ശങ്കറിൻ്റെ അടുത്തുനിന്ന് ഇത്രയും ഒരു എന്ത് പറയാനാ, ഒരു വൃത്തികെട്ട പടം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ദിസ് ഈസ് റിയലി ബാഡ് യാർ. ഐ മീൻ, ഇതെന്താണ് ഇത് ഇങ്ങനെ? കൊള്ളത്തില്ല കേട്ടോ. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ സമയം ഉണ്ടെങ്കിൽ പോലും അതിരുന്ന് കാണരുത്, വേറെ എന്തെങ്കിലും കണ്ടോണം കേട്ടോ. ഒരുപാട് സാധനങ്ങൾ അതൊക്കെ കാണാം, പക്ഷെ ഇത് ഒരിക്കലും കാണുന്നില്ല. ടോട്ടൽ തംസ് ഡൗൺ. ഇനി എനിക്ക് പറയാനൊന്നുമില്ല, നമുക്ക് നിർത്തിയേക്കാം അവിടെ വെച്ച്. താങ്ക് യു.